ഇവനെന്തറ ഇത് മൈര്യം തലവേന എടുക്കണ്ട തല ഇറങ്ങണ പേരെന്തെ പേരെന്താ നിന്നോടൊക്കെ പറഞ്ഞു നീയൊക്കെ ഏതാണ് ഇതൊക്കെയാ പക്കിയിട്ടുള്ള കാര്യം ഒരു വള്ളി ഉണ്ടല്ലേ അതെ ഓഷൻ ഹൈവേ പച്ച വണ്ടി പേരൊന്നും പയ്യൻ പറഞ്ഞില്ല പയ്യൻ നേരെ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കും. ഹലോ Bro, we are Katagana boys, bro. പയ്യനെടുക്കും മകനെ മടങ്ങി വരൂ. ഹലോ നിർത്തിക്ക സംസാരിക്കാൻ ഒന്ന് സംസാരിക്കട്ടാ ഒന്ന് സംസാരിക്കട്ടെ ഡേ. ഇവൻ എന്തൊരു ചെറുക്കനത്. തീർന്നു കേട്ടോ വണ്ടി ഇറങ്ങി പിന്നൊന്നുമില്ല റേഡിയോ ഡിസ്കൗണ്ട് ചെയ്തേ അവനെ പോസ്റ്റ് എടുക്കടാ പോസ്റ്റ് എടുത്താ ഹോസ്റ്റേ എടുക്കുന്നുണ്ട് ഇതാരീ ബ്ലാക്ക് ബ്ലാക്ക് നമ്മുടെ ആണോ? ഹലോ 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 ആരാണ് ഇവരുടെ കൂടെ ഉള്ളതാണോ? അറിയില്ല. ആ ഓക്കെ പേരെന്താണ് ഈ സംസാരിക്കുന്നതാരാ? പേരെന്താ ബ്രോ? പേരെന്താ സിറ്റുവേഷൻ ഒന്നും ചെയ്തില്ലല്ലോ ബ്രോ ചെയ്തില്ലല്ലോ. സിറ്റുവേഷൻ അടിക്കേണ്ട ആവശ്യം എന്താ? ഒരു കാര്യം ചോദിച്ചിട്ട് അടിക്കേണ്ട ആവശ്യം ബ്രോ ലീവ് ചെയ്യാനല്ല ബ്രോ. നീയൊക്കെ ഏതാ കണ്ടി കൂടുതൽ അടിക്കാൻ നിൽക്കുന്ന മുള്ളുവരത്ത് ചെന്ന് കേറ് വല്ല മുള്ളുമുരുക്ക് ചെന്ന് കേറി. ഹലോ ഇത് ചക്കനാടാ ചക്കനാടാ ഇല്ലല്ല ഞാൻ സ്പോട് ചെയ്തോന്നാ. ഇവരടിച്ച നമ്മളല്ല വില്ലുവിനെ വരടിച്ചേട്ടാ. കുഴപ്പമില്ല കഴിവില്ലാത്തവരാ. തല്ലിച്ചിട്ട് വില്ലുവിനെ അടിച്ച് കൊന്ത ഇവന്മാര് നമ്മളെ തല്ലി തീവനെ തല്ലി. ഇവന്മാരാരാ ഈ ഡ്രസ് ഞാൻ അവിടെ ഇതിനും കുഴപ്പമില്ല. എന്തായാലും നമുക്കറിയണ്ടേ കൂടുതൽ. ഹലോ ഇതാരാ? അളിയാ ചക്ക മറന്നു കൊണ്ട് പൊക്കിയടാ. EMS ഇല്ല ചക്ക നമുക്ക് ഹോസ്പിറ്റൽ കൊണ്ടാ. ഇത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളോ അല്ലേ? ഇല്ലേ തീട്ടങ്ങളെ വെറുതെ ഇവിടെ അല്ലേ? ഒരാൾ ഇതേ രണ്ടുപേരും കൊച്ചിനോടെ തല്ലാണേ. ഓക്കെ
നിങ്ങളത് കണ്ടായിരുന്നു. ഹോക്കിക്ക് കാര്യം മനസ്സിലായി ആരാണ് എന്താണെന്നൊക്കെ. അവന്മാർക്കും അറിയാം. ബാക്കിൽ നിന്ന് വെടി വയ്ക്കുമ്പോൾ കളർ കണ്ടാൽ മനസ്സിലാവാതിരിക്കും. ഇത്ര ഒരു പെട്ടെന്ന് വന്ന സിറ്റുവേഷൻ അല്ല ഇത്. ഞങ്ങൾ രണ്ടും കുറച്ച് നേരമായിട്ട് ഇവിടെ ഇറങ്ങിയതാണ്, ഇവന്മാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുമാണ്. ഓക്കെ, ഇതിൽ ഞാൻ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതല്ല. ഞങ്ങൾ ഒരിക്കലും ടാർഗറ്റ് ചെയ്തില്ല. ഞങ്ങൾ മാന്യമര്യാദ എല്ലാം ചോദിച്ചിട്ടുണ്ട് ആരാണ് എന്താണെന്നൊക്കെ. ആരും പറയുന്നത് നമ്മുടെ കുഴപ്പമില്ല. എടാ ഹലോ, എന്താ സക്ക, എന്താ വല്ലതും പറഞ്ഞായിരുന്നു? ആര് എടാ വെറുതെ ചുമ്മാ അടിക്കറ കിടച്ചിരിക്കാണോ ഇവന്മാർക്ക്? എനിക്കൊരു പിങ്ക് ഡ്രസ് വെയിറ്റ് ലോലോനോടി പൊക്കിട്ട് എനിക്കറിഞ്ഞു. എടാ നമ്മളെ എടാ അവന്മാർ ആരെയും ഒരുത്തനെ കൊന്നറാ. നമ്മള് നമ്മുടെ കൂടുതലുള്ള ആരെങ്കിലും ആണെന്ന് വേണ്ടി ഞാനും ലോനും കൂടി അടുത്തൊന്ന് പോയി എടാ വെയിറ്റ് ലോന. എടാ നമ്മളെ നമ്മുടെ കൂടുതൽ വല്ലവരും ആന്ന് ചോദിച്ചിട്ട് നമ്മൾ പോയി നോക്കാൻ പോയതാടാ. എന്നിട്ട് നമ്മുടെ കൂടുതലാണെന്ന് ചോദിച്ചപ്പോ അല്ലാന്ന് പറഞ്ഞു അവന്മാരെ അടുത്ത്. എന്നിട്ട് അവന് പേര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിന്റെ പേര് എന്താന്ന് ചോദിച്ചപ്പോ അവന് പേര് പറയാൻ പറ്റില്ല, സിറ്റുവേഷൻ ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മള് എന്താന്ന് നോക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞപ്പോഴേക്ക് വണ്ടിമേ അടിച്ചിട്ട് ലോലേനെ അടിച്ചു വന്ന് എന്നെ അങ്ങ് അടിച്ച്. MRI എന്തായാലും നോക്ക സംസാരിക്കും. ഇവനെ അവനറിയാ കൊച്ചാബിനെ അറിയാവുന്നോണ്ട് അളിയെ വീട് ഞാൻ പറഞ്ഞിട്ടാ ചെയ്യും. എന്നിട്ട് അവൻ കേൾക്കുന്നില്ല. അവന്മാര് ചുമ്മാ ഒന്ന് പുറകെ പിറ്റിട്ട് ഹോസ്റ്റ് എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഞെങ്ങുന്നില്ല. എന്നിട്ട് അവന്മാര് അടിച്ചു വന്ന് നമ്മളവിടെ നോയിക്കൊണ്ടിരിക്കും. ഗ്രൂപ്പ് നോക്കണേ. കണ്ടോ ഓ ഞാൻ വണ്ടിന്ന് ഇറങ്ങിയെന്ന് ഒന്നും ചോദിച്ചില്ല. ഞാൻ എന്താ കാര്യം ചോദിക്കോ എന്നെ വെറുതെ അടിച്ചിട്ട്. സൂപ്പർ. അവനടുത്തുനിന്ന് പോയാ ഒരു സംസാരമില്ല. എനിക്ക് ഒരു സംസാരമില്ല. എടാ വെയിറ്റ് ചെയ്ത് എനിക്കൊന്ന് സംസാരിക്കും. എടി ഉമ്മർ കടച്ചിരിക്കാനോടാ നിനക്കൊക്കെ? വെറുതെ നിൽക്കുന്നവരൊക്കെ അടിക്കാൻ നിൽക്കണോ? നീക്ക് ആര് വരാൻ പാടില്ല. കഴിവില്ലെങ്കിൽ നിർത്തി പോണം. എവിടെ റിപ്പയർ MRC ചുമ്മാ വന്ന് അടിച്ചിട്ട് എന്താ പറയാ, കഴിവില്ലാത്ത കൊറേ കൊണ്ടകളുണ്ടല്ലോ സിറ്റിയില്. അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ അടിക്കല്ലോടാ നീയൊക്കെ. നീ പൊങ്ങ നീയൊക്കെ പറയടാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കേവിയിലുള്ള ആരാന്ന് തോന്നുന്നു ഇവിടെ ഇവന്മാര് അവനടിക്കുക. കേവിയിലുള്ള ഒരുത്തന്നെ നമ്മൾ അടുത്ത് വന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ആരാന്ന് വിചാരിച്ചിട്ട് നോക്കാൻ വേണ്ടി വന്നതാ. നോക്കാൻ വേണ്ടി വന്നപ്പോ ഇവന് നമ്മുടെ കൂട്ടത്തിലാണ് ആണ് ചോദിച്ചു. ഒരു മിനിറ്റ്, നമ്മുടെ കൂട്ടത്തിലുള്ള ആണ് ചോദിച്ചപ്പോ നമ്മൾ അല്ലാന്ന് പറഞ്ഞു. ഇവ എന്റെ അടുത്ത് പേര് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു നിന്റെ പേര് എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ അവന് പറയാൻ പറ്റിയില്ല, ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു സിറ്റുവേഷൻ ആണ് ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനും ലീവ്, ഞാൻ അവിടെ എന്താണെന്ന് വേണ്ടി നോക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവൻ വണ്ടിമിക്കിട്ട് അടിച്ച് ലോലേനെ അങ്ങ് അടിച്ചു വന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പുറത്തിറങ്ങി. എൻ്റെ അടുത്ത് പുറത്തിറങ്ങി പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി ചെയ്ത് ഇവന്മാരും മറ്റേ എല്ലാവരും കൂടിയിട്ട് പേടിയേക്കിന്. അവരെ ഒച്ച എടുത്ത ഒരാളെ നമ്മളൊരാളിനെ എടുത്തോ, അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല എനിക്ക് വേണേ ഇടിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഒന്നും പോകത്തില്ലടാ. ഇപ്പൊ എടാ ഒന്ന് സംസാരിച്ചിട്ട് ബാക്കി നിങ്ങൾ കണ്ടിന്യൂ. ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് ഇനി സംസാരമൊന്നുമില്ല. സംസാരിക്കണടാ എന്നിട്ട് ലീവ് ചെയ്യാം.
അത്ര ഉള്ളോടാ ഏതാ പൊളി അവനിട് അവനിട് കക്കൂസ് കഴിക്കുക അവനെ ബട്ട് ആരാന്ന് അറിയത്തില്ല, ആരെങ്കിലൊക്കെ കൊണ്ടുപോവാ നോക്കട്ടെ. ഞാൻ ഇതാണെടാ, ഞാൻ തല്ല ആ തല്ല കുഴപ്പമില്ല നിങ്ങൾ ഒരാളെ അതിനകത്ത് ആരാച്ച കൊണ്ടുപോയിക്കോ, ഞങ്ങൾ എന്നിട്ട് സംസാരിക്കാം, ബാക്കിയുള്ള ആൾക്കാർ സംസാരിച്ചോളാം. ഓക്കെ. എടാ നമുക്ക് ആരെങ്കിലും ഒരാളുടെ അടുത്ത് കൊണ്ടുപോകും ഹോസേ, ബാക്കിയുള്ളവരുടെ അടുത്ത് ആ കേവി സംസാരിച്ചോളൂ. എടാ ആർക്കാണ് ഹോസയാവാൻ താല്പര്യമുള്ളവരെ ഒന്ന് കൈ ഒന്ന് പൊന്തിച്ചേ. ഇവനാണല്ലേ, ഇവനെ കൊണ്ടുപോവാ, ഇവൻ കൈ പൊന്തിച്ചിട്ടുണ്ട്. ആ നിനക്കാണ് പോണ്ടേ? രണ്ടുപേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, രണ്ടുപേരൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവനെ കൊണ്ടുപോവാ, മഞ്ഞാണ്ടീനെ കൊണ്ടുപോവാ, മഞ്ഞാണ്ടി കുറച്ച് ഇവനെ കൊണ്ടുപോവാ. ഇവനെ ഞാൻ മാറ്റി അങ്ങനെയല്ല, മാർക്കിട്ട ഇവനുണ്ട്, ഒന്നുകൂടി മാറ്റിടാം. ആ എടാ ഇവനാണ് കൊണ്ടുപോണേ, കൺഫേമേ. ഞാൻ തെരഞ്ഞെടുത്ത് ഞാൻ വട്ടത്തിൽ പേരെന്താന്ന് അറിയില്ല, അല്ലടാ കേവിക്ക് സംസാരിക്കുന്ന പറഞ്ഞ ബാക്കിയുള്ളവരടുത്ത്. എടാ നമുക്ക് ഒരാളെ ഓശയാക്കി കൊണ്ടുപോവാം, ബാക്കിയുള്ളവര് കേവി എന്താന്ന് ചെയ്തോട്ടെ. സംസാരിക്കാൻ കിട്ടിയാലേ മതി സിറ്റുവേഷൻ അവർ ലീവ് ചെയ്യാന്ന് പറഞ്ഞു. ആ അതാ പറഞ്ഞതാടാ, ഞാൻ ഇവനെ ഒരുത്തനെ ഓശയാക്കി കൊണ്ടുപോകും. സംസാരിക്കണം പൊങ്ങുമ്പോ, എന്നിട്ട് അവര് ലീവ് ചെയ്യുക, ബാക്കിയുള്ളവരെ നമ്മൾ എന്താ ചെയ്തോളാൻ പറഞ്ഞു. അവര് ലീവ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഈക്വൽ പ്രൊപ്പോർഷൻ ഒരാളെ നമുക്ക് എടുക്കാം. ഞാൻ ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്, ആ ലോങ്ങിത്തത് അവനെ ഞാൻ എടാ നിങ്ങക്ക് വേണ്ടി പറഞ്ഞു ആർക്കൊക്കെ ഹോസ്റ്റാക്കാൻ താല്പര്യം കൈമൊന്തിക്കാൻ പറഞ്ഞ കൈമൊന്തിക്കവര് ഇത് പറയാത്തതിനുണ്ടെങ്കിൽ ഇന്ന് പേര് പറയണമാർക്ക് അടി കൊടുക്കില്ലടാ. എന്താണ് ഇത് ശരിയില്ല. ചാറ്റ് നമുക്ക് ചാറ്റ് വേറെ ഒന്നും വേണ്ട, നമുക്ക് സെറ്റ് ചെയ്യാം. എന്താടാ ഞാൻ പറയാം ഞാൻ റേഡിയോ പറയാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇതാരാടാ? അണ്ണാ കേക്കുന്നുണ്ടോ? ഞാന് ലോലം കൂടി ചുമ്മാ ഇങ്ങനെ വണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പൊ റിപ്പയറിന്റെ അവിടെ റിപ്പയർ കഴിഞ്ഞ ഓഷന് പോണ വഴിക്ക് ഈ അത് തോന്നുന്നു MR സൈഡാന്നാ പറഞ്ഞ. MR സൈഡിലുള്ള ആര് KVയിലുള്ള ഒരുത്തനെ ഇങ്ങനെ ഗണ്ണേമി ഇതിൽ അടിച്ചു കൊന്ന്. അപ്പൊ ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള വല്ലവരാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊല്ലാണെന്ന് വിചാരിച്ചു ഞാൻ അടുത്ത് വേറെ പോയി നിന്ന് ആ ബോഡിയുടെ അടുത്ത് പോയില്ല. ആ വണ്ടിയില് നമ്മള് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക, നമ്മളൊന്നും മിണ്ടിയില്ല. എന്നിട്ട് അവന്മാരും ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അല്ലാന്ന് പറഞ്ഞു വിട്ടെ. നമ്മുടെ കൂട്ടത്തിലല്ലാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ വന്ന് ചോദിച്ച് നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിച്ചു എന്നാ നിന്റെ പേരെന്താന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അവൻ പേര് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇവൻ സിറ്റുവേഷൻ ആണ് ബ്രോ ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം എന്തെങ്കിലും ലീവ് ചെയ്യാൻ, ഞാൻ ഇവിടെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ ഡയറക്റ്റ് വണ്ടി മിക്കിട്ട് അടിച്ചിട്ട് ലോലേനെ അങ്ങ് അടിച്ചു വന്ന്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത് വണ്ടിന്ന് എന്നിട്ട് എൻ്റെ അടുത്ത് വണ്ടിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഞാൻ വണ്ടിന്ന് പുറത്തിറങ്ങി എല്ലാരും കൂടി പിന്നെ വിളിച്ചു. അയ്യോ പൊങ്ങി ഓ ഒരുത്തനെ മാറ്റിയിട്ടുണ്ട് എടാ നിങ്ങള് കേവിലുള്ള ആരെങ്കിലും ഒന്ന് മാറ്റി കൊണ്ടേയില്ലടാ. സംസാരിച്ച ആരാന്ന് അറിയത്തില്ല, ബട്ട് ഇവിടെ ഒരുത്തിനെ മാറ്റിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഹോസ്റ്റ് ആക്കാൻ വേണ്ടിട്ട്. ആരാ സംസാരിച്ചെന്ന് അറിയത്തില്ല, ബട്ട് ഇവിടെ ദിവനെ ഹോസ്റ്റ് ആക്കാൻ വേണ്ടി ഇവനെ ഹോസ്റ്റ് ആക്കാം മൊങ്ങിട്ട്. സിറ്റിയിലെ ഗുണ്ട നിന്റെ അടുത്ത് പേര് പറഞ്ഞ നീ അടിച്ചിടുവോ? നീ ഏതാ തീട്ട കണ്ടി നിന്നെ പേര് എഴുതി പഠിപ്പിക്കാം. നിന്നെ ആരുടെ പേര് നിന്റെ പടത്തിലാണ് നിന്നെ ഞാൻ കാണിച്ചു തരാം. പേര് പറഞ്ഞില്ല, നീ എന്താ മറ്റേ നീ ആരെന്ന് അറിഞ്ഞില്ലേ? നിനക്ക് നിന്റെ അടുത്ത് പേര് ബോധിപ്പിക്കണം. നിന്റെ വെറുതെ നിന്ന് കഴിഞ്ഞാൽ അടിക്കുക നീ കാര്യം സിറ്റിയില് ഇവന്മാരി
നിന്ന് കഴിഞ്ഞ അടിക്കുക. ഓ പറ പറ ആരാ പറയണേ? നിന്റെയൊക്കെ പേര് വെച്ച് നീ പറഞ്ഞ അടിയാ. ഇവനെ കൊണ്ട് നമുക്കൊരു 100 വട്ടം പേര് എഴുതിപ്പിക്കാം. ഇവൻ 100 വട്ടം പേര് പറഞ്ഞിട്ട് പോയാ മതി. ഇവൻ 100 വട്ടം പേര് പറഞ്ഞിട്ട് പോയാ മതി. രാജാവാണ് സിറ്റിയിലെ നമ്മൾ പേര് പറഞ്ഞു. അത് കൊള്ളാലോ. പറ പോയി. ഇതെന്നാ പ്രശ്നം എന്താണ്? ഞാനിപ്പോ വന്നോളല്ലോ. ഇപ്പൊ സിറ്റിയിൽ കുറെ ഗുണ്ട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പേര് പറഞ്ഞില്ലെങ്കിൽ അടിച്ചല്ലോ. പേര് പറഞ്ഞില്ല ഡയറക്റ്റ് അടി. അടിച്ചു വന്നോളെ പേര് പറഞ്ഞു. ഡയറക്റ്റ് അടി. അവനെ പേര് പഠിപ്പിക്കുക, എല്ലാവരുടെ പേര് പഠിപ്പിച്ചിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ. ഹലോ ബ്രോ പറഞ്ഞോ പറ. ഹലോ എടാ പേരെന്താ? ഇവനെ പൊക്കിടാ. അല്ല ഇത് പറയണ ഈ അടി നമുക്ക് നീ ഏത് കൊച്ചപ്പിയാണെങ്കിലും നീ വാ. എല്ലാരും നിങ്ങളെല്ലാരും ആളെ കിട്ടി. ഇനി ഇവരെ മറ്റേ കേവിക്ക് കേട്ടോ. നമുക്ക് ബസ് കിട്ടി. എല്ലാരും വണ്ടി ഉണ്ടാക്കിയിടാം. എടാ നമ്മുടെ ഹോസ്റ്റേജ് കിട്ടി. എല്ലാരും വരണം. ബാക്കി മറ്റേ കേവി ചെയ്തു. ഇത് കൊച്ചാപ്പി. എന്താ ബ്രോ വെറുതെ നിൽക്കുന്നവരൊക്കെ അടിക്കുന്നേ? ഹലോ ബ്രോ എന്താ ബ്രോ വെറുതെ നിൽക്കുന്നവരൊക്കെ അടിക്കുന്നേ? ഓ എക്സ്പ്ലെയിൻ ചെയ്യാം. എടാ എല്ലാരും ഗ്യാങ് ഹൗസോടെ. നമ്മള് ഗ്യാങ് ഹൗസിൽ എത്തിയേ. അവന് വിളിച്ചിട്ടുണ്ട്. നമ്മള് ഗ്യാങ് ഹൗസ് എത്തിയ ഹൗസ് നമ്മുടെ കയ്യിലുണ്ട്. എടാ വന്നാടാ. എല്ലാരും വന്നാ? ലോലം കൂടി പറയാം. എടാ ലോല വന്നാടാ. അവനും കൂടെ നിൽക്കുന്നില്ല. നമുക്ക് ഇവിടെ ബാക്കിലോട്ട് പോയാലേ. ഹലോ ബ്രോ. ഹലോ എടാ നമുക്ക് ഇവിടെ നിർത്തണ ബാക്കിൽ നിർത്തണ? ഇങ്ങോട്ട് ബ്രോ. ഹലോ കേക്കുന്നുണ്ടോ? പൊട്ടനാണോടാ നീ? ശടാ ഇങ്ങനെ പോയോ? പൂവല്ലേ ഇങ്ങോട്ട് വാ. അവിടെ പറഞ്ഞത് മതി. ഇനി ഇവിടെ പറയാം. ബാ. ഹലോ കൊച്ചപ്പി ബ്രോ ഒന്ന് വരൂ ബ്രോ. കൊച്ചപ്പി ബ്രോ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അത് കൂടും. അവന്റെ പേര് പറഞ്ഞപ്പോ കൊച്ചപ്പി എന്ന് പറഞ്ഞടാ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബാക്കിൽ പോയിട്ട് എല്ലാം. ഹലോ ബ്രോ ഇങ്ങനെ നിക്കാൻ പാടില്ലല്ലോ. നീ സംസാരിച്ചു തുടങ്ങിയ ടൈം കാൽക്കുലേറ്റ് ആവത്തില്ല കേട്ടാ. ഇതെന്താ ഇത്? ഇവനെന്താ വാർക്കൂലേ? ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞാ? കഴിഞ്ഞു വരട്ടെ അവരുടെ എല്ലാം കഴിഞ്ഞു വരട്ടെ. കൊച്ചപ്പി അവൻ പേര് പറഞ്ഞ അങ്ങനെയാടാ. ഇത് നീ ഇവിടെ പേര് എന്താടാ ഇത്ര പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് വന്നാടാ? തുടിപ്പാണല്ലോ. നിനക്ക് പേര് പറയാൻ വയ്യേ? ഹലോ ഇവനാരിവൻ? ഏടാ ഒന്ന് മൊഴിയാടാ എന്തെങ്കിലും. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. വരുമില്ലേ നോക്കല്ല. എടാ അദൃശ്യ ശക്തികളുണ്ടെങ്കിൽ പഴകൂട്ടല്ല. അതാ ഉപദേശം കേൾക്കാം. ഇങ്ങനെ അങ്ങനെ പറയില്ല. കൊച്ചപ്പി എന്നൊക്കെ പേരിട്ട് കൊച്ചപ്പിയാ? അവന്റെ അടുത്ത് പേര് വെച്ച് എന്റെ പേര് കൊച്ചപ്പി. ചോക്കോബർ ഐസ്ക്രീം എല്ലാം 2 കളർ വാനില
ബ്രോ എന്താ നിനക്ക് സിറ്റിക്കകത്ത് മറ്റേ ആൾക്കാർ നിന്റെ കൂടെ ഇതേപോലത്തെ നിന്നെ പോലെ 3 മണ്ണ കൂടെ ഉണ്ടായാലേ നീ സംസാരിക്കുള്ളൂ. എന്നാ 3 മണ്ണോടെ ഞങ്ങളോട് കൊണ്ടുവരട്ടോ. എക്സ്ചേഞ്ചിന്റെ ഒരു ഇപ്പൊ പണി. പിന്നെ അത് ഒരാളെല്ലാം എടുക്കാൻ അയ്യോ മിണ്ടണ്ടടാ. ഞാനൊരു തന്നെ കൊന്നു വിട്ടേട്ടാ പേര് പറഞ്ഞേന്. അവിടെ വേറെ ഇവൻ മാത്രം ഉള്ളായിരുന്നാണ് അവിടെ. ഇവിടെ എടാ മറ്റേ നീന്ന് പേര് പത്തോട്ട് പറഞ്ഞിട്ട് അല്ല എന്റെ ഗ്രൂപ്പിലാണോടാ? അവന്റെ പേര് എന്താ കരിമീൻ കൂടെ ചാർലി എന്ന് പറഞ്ഞപ്പോലെ ഇവൻ കൊന്നു. ഇത് വെടിവെക്കാൻ മാത്രം അനങ്ങുള്ള വായൊന്നും അനങ്ങൂ. ബ്രോ എന്താണ് ബ്രോ അത്? കണ്ണേമിലായോണ്ട് കോണടി ദൈവം വന്ന് അല്ല ബ്രോ ഇവർ ചോദിക്കും എവിടെ വരെ പോയി? ടൈം കൂട്ടി ഇത്ര നേരം വേണ്ടാണ്ടിരിക്കല്ലേ പിന്നെ എവിടെ പോയി? ഇത്ര നേരം എവിടെ പോയി ബ്രോ? കയറ്റി വെച്ചേക്കുവായിരുന്നു എത്ര നേരം ഫാമിലി ആണോ? ഫാമിലി മെമ്പർ ആണോ? അല്ല വെറുതെ സിറ്റി പോണം. നീ സിറ്റിസൺ ആണെങ്കിലേ നീ സിറ്റിസന്റെ രീതിയിൽ നടക്കണം സിറ്റി, മനസ്സിലായ? അല്ലാതെ ഇവിടെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് നീ മെസ്സിറക്കാൻ നിൽക്കരുത്. ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തും. അല്ലല്ല, നിന്നോട് പേര് ബോധിപ്പിക്കാൻ നീ ആരാടാ? നിന്നോട് പേര് ഓർമ്മയില്ല കൂടുതലൊന്നും നീ കണ്ടിട്ട് കത്തിച്ചു വിട്. വേണ്ട ചത്ത് പോയല്ലോ മച്ചു, അപ്പിയായി പോയി ഇപ്പൊ. കണ്ടിയൊന്നും ഇതാക്കണ്ട കൂടുതലൊന്നും. വാള് പോയി കത്തി വന്നു ഐടി പോയി ഇനി എന്തൊക്കെ വരുമോ അയ്യോ അത് പിടിച്ചിരിക്കലാണ്. കത്തൂല്ലടാ. ഇതൊക്കെ എത്ര ആൾക്കാരടാ. അല്ല അലോലെ ആരാ ഷോ അവനെ തോട്ടിലാണോ അതിന് ആർക്കറിയാം കരിമീനൊക്കെ എല്ലാം കഴിയും വെച്ചിട്ട് കഴിഞ്ഞല്ലേ വണ്ടി പാർക്ക് വണ്ടിയില്ലാത്ത ടൈമൗട്ട് വേണമെന്നല്ലോ എന്തൊക്കെ വള്ളിയാടാ വില്ലുപോനെ ഇത്. എടാ ബൊബോയ്, എടാ നിന്നെ അല്ല അടിച്ച് നീ എടാ വെറുതെ നിന്ന് എന്നീ ലോലിനെ അടിച്ചറാ.